ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ ഡേ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ അസർബൈജാൻ ട്രിപ്പ് അവസാനിക്കുവാണ്. അപ്പോൾ ബാക്കി ഉള്ള ഡേയ്സ് വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കുവിലൊന്ന് കറങ്ങുവാട്ടോ ചെയ്യുക. അപ്പോൾ ബാക്കു സിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഏരിയ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ നൈറ്റ് ബാക്കു ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് ഉള്ളത്. ഇവരെന്താ കൊടുക്കുക? നോക്ക് നീ പോയിട്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ പൂളിലേക്കാണ് പോയത്. അപ്പോൾ അയ്യൂട്ടൻ ആദ്യം ഒന്ന് പൂളിലേക്ക് ഇറങ്ങാൻ കുറച്ചൊന്ന് മടിച്ച് കളിച്ചിന്. പിന്നെ അതൊന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പിന്നെ അവൻ അതിൽ നിന്ന് കയറുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൂളൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടൽ കേട്ടോ. ഇനി നമ്മൾ ഈ ഹോട്ടലിൽ നിൽക്കില്ല. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ വാനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ബാക്കുമൊക്കെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ വാനിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് പോകുന്നത് ബാക്കുവിൽ തന്നെ ഒരു ഫയർ മൗണ്ടെയിൻ ഉണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോലടാ. ഈ ഫയർ മൗണ്ടെയിൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു മഴ പെയ്താൽ കൂടി ഈ ഫയർ കെട്ടുപോകില്ല എന്നാണ് പറയുന്നത്. നിർത്താതെ കത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ അവർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തോ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് അങ്ങനെ കോയിൻസ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഫയർ മൗണ്ടെയിൻ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫയർ ടെമ്പിളിലാണ്. 17th and 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് പോയാൽ കുറേ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്.
ഫയർ ടെമ്പിളിൽ പോയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാണ്ട പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അതിന് ശേഷം നമ്മൾ ഹൈദർ അലിവ സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈദർ അലിവ സെൻറ്ററിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോസ് പിന്നീട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഹൈദർ അലിവ സെൻറ്ററിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഒന്ന് കറങ്ങി നടക്കുക കേട്ടോ ചെയ്തത്. ഹൈദർ അലിയ സെന്ററിൽ നമ്മൾ നേരെ പോയത് നിസാമി സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിസാമി സ്ട്രീറ്റ്. ഇതിൽ നേരെ പോയാൽ നമ്മൾ ഫസ്റ്റ് ഡേ പോയ കാസ്പിയൻ സീൽ അതിൻ്റെ സൈഡിലേക്കാണ് എത്തുക. അവിടുന്ന് നമുക്ക് ഈ നമ്മൾ ഫസ്റ്റ് ഡേ പോയ ഡെനിസ് മാളും അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരെ കാണുന്നതാണ് ഡെനിസ് മാള്. ഇതിൻ്റെ ഈ സൈഡിലേ നമുക്ക് പോകുമ്പോൾ നമ്മൾ നേരെ എത്തുന്നത് ഇവിടെ ഒരു മിനി വെനീസ് ഉണ്ട് കേട്ടോ, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് മിനി വെനീസ് എന്ന്. ഒരു ചെറിയൊരു പൂള് പോലത്തെ ഒരു ഇതാണ്. അതിൽ ഈ ബോട്ടൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു നടുക്കൊരു റെസ്റ്റോറൻ്റ് ആണ്, അതിന് ചുറ്റും ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി കയറാൻ പോകുന്നത് കേട്ടോ. അസർബൈജാൻ എന്ന് പറയുന്നത് കാർപ്പറ്റ് മേക്കിങ്ങിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടേനും ഈ കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ ലോങ് ആയിട്ടുള്ളൊരു വ്യൂ. അപ്പോൾ ഇതാണ് നേരിട്ടുള്ള അടുത്തു നിന്നുള്ള വ്യൂ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഡെനിസ് മാളിലേക്കാണ് പോയത്. അപ്പോൾ ഡെനിസ് മാളിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നിസാമി സ്ട്രീറ്റിലാണ്. ഇപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട്, നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ്റെ ടൈമൊക്കെ ആവാനായിട്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ ജസ്റ്റ് ഒരു 1 hour ഒന്ന് ഈ നിസാമി സ്ട്രീറ്റ് ഒന്ന് കറങ്ങി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ എയർപോർട്ടിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ ഇതാണ് നിസാമി സ്ട്രീറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ അസർബൈജാൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. 6 days ഉള്ള ആ ഒരു ട്രിപ്പ് ഇന്നത്തോടെ കൂടി അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് അസർബൈജാൻ പോയാലും ഇതുവരെ കാണാത്ത കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ പോയാലും കണ്ടത്. ശരിക്കും നല്ല മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ബാക്കി ഡേയ്സുള്ള വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.